PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി വരാനിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 പാർട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടല്ലോ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ 2019 റിപ്പോർട്ട് പ്രകാരമുള്ള ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിക്കണം. അതിനുശേഷം ഇപ്പോൾ 2019 നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്നത്. 2019 കണക്ക് പ്രകാരമുള്ള വനവിസ്തൃതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോഴത്തെ നിലവിലുള്ളത് എന്താണെന്നും കൂടെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ 2019 പഠിച്ചോളൂ. അതിനുശേഷം വന്നിട്ടുള്ള വ്യത്യാസം 2019 അപേക്ഷിച്ച് എത്ര വർധനവ് വന്നു എന്നുള്ള കാര്യം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 2019 പഠിക്കണം, ഇപ്പോൾ നിലവിലുള്ളതും പഠിക്കണം. ഓക്കെ, ഇപ്പോൾ 2019 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത് എന്നുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ മുന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കുക, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അല്ലെ, FSI എന്നാണ് പറയുന്നത് അല്ലേ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയിൽ നമ്മൾ പഠിച്ചു, ആസ്ഥാനം പഠിച്ചു, രൂപീകൃതമായതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ടോട്ടൽ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത് 80.9 മില്യൺ ഹെക്ടർ ആണ്. 80 നിലവിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. 80.9 മില്യൺ ഹെക്ടർ ആണ് ടോട്ടൽ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത് നിലവിലുള്ളത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം, വിച്ച് ഈസ് 24.62% ഓഫ് ദി ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദി കൺട്രി. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ്? 24.62% ആണ്. ശതമാനത്തിൽ പറയുവാണെങ്കിൽ 24.62% ആണ് ഈ എന്താ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത്. 80.9 മില്യൺ ഹെക്ടർ, അത് ശതമാനത്തിൽ എത്രയാണ്? 24.62% ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ആസ് കമ്പയർഡ് ടു ദി അസസ്മെന്റ് ഓഫ് 2019, കണ്ടോ 2019 വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ദർ ഈസ് എൻ ഇൻക്രീസ് ഓഫ്, എത്ര ഇൻക്രീസ് വന്നിട്ടുണ്ട് നോക്കൂ, 2261 സ്ക്വയർ കിലോമീറ്റർ, അതായത് 2261 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് വർദ്ധിച്ചിരിക്കുന്നത് 2019 അപേക്ഷിച്ച്. 2019 2261 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ കണക്ക്, ഇപ്പോഴത്തെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം പറയുന്നത്. ഔട്ട് ഓഫ് ദിസ് ദ ഇൻക്രീസ് ഇൻ ദ ഫോറസ്റ്റ് കവർ ഹാസ് ബീൻ ഒബ്സർവ്ഡ് ആസ്, അതായത് ഫോറസ്റ്റിന്റെ വനവിസ്തൃതി എന്ന് പറയുന്നതും സസ്യവിസ്തൃതി എന്ന് പറയുന്നത് രണ്ടാണ് അല്ലേ. അപ്പൊ ട്രീ കവർ എന്ന് പറയുന്നതും അതുപോലെ ഫോറസ്റ്റ് കവർ എന്നും പറയുന്നതും സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ടോട്ടലായിട്ട് 2019 നിന്നും ടോട്ടൽ വനവിസ്തൃതി എത്ര കൂടിയിട്ടുണ്ട്? 2261 ചതുരശ്ര കിലോമീറ്റർ കൂടിയിട്ടുണ്ട്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് എത്രയാണ്? 1540 സ്ക്വയർ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്ററും. അതുപോലെ ട്രീ കവർ എന്ന് പറയുന്നത്, സസ്യവിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ്? 721 സ്ക്വയർ കിലോമീറ്ററും ആണെന്നാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം. ഓക്കെ, ഇപ്പം 2019 അപേക്ഷിച്ച് നിലവിലുള്ള ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ, അതായത് വനവിസ്തൃതിയും സസ്യവിസ്തൃതിയും കൂടിയുള്ള ടോട്ടൽ എന്ന് പറയുന്നത് 80.9 മില്യൺ ഹെക്ടർ ആണ്. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 24.62% ആണ്. 2019 അപേക്ഷിച്ച് എത്ര വർധനവാണ് ഇവിടെ വന്നിരിക്കുന്നത്? 2261 ചതുരശ്ര കിലോമീറ്റർ വർധനവ് വന്നിട്ടുണ്ട്. അതിൽ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് തനിയെ എടുക്കുവാണെങ്കിൽ 1540 ചതുരശ്ര കിലോമീറ്ററും ട്രീ കവർ എന്ന് പറയുന്നത് 721 ചതുരശ്ര കിലോമീറ്ററുമാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഈ നമ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. To see the forest cover in the states and UTs of the country as per the 2021 assessment and change therein with respect to the previous assessment. Okay.
അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഈ നമ്പേഴ്സ് പഠിക്കുക കേട്ടോ. 80.9 മില്യൺ ഹെക്ടർ ആണെന്നുള്ളതും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതും അതുപോലെ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് 2019 അപേക്ഷിച്ച് എത്ര കൂടിയിട്ടുണ്ട്, എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഫോറസ്റ്റ് കവർ എത്രയാണ്, ട്രീ കവർ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ ഫോറസ്റ്റ് കവർ ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ ഓപ്പൺ ഫോറസ്റ്റ് ഫോളോഡ് ബൈ വെരി ഡെൻസ് ഫോറസ്റ്റ്. ടോപ്പ് 5 സ്റ്റേറ്റ്സ് ഷോയിങ് ഇൻക്രീസ് ഇൻ ഫോറസ്റ്റ് കവർ. അതായത് വനവിസ്തൃതി 2019 വർദ്ധിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ 2019 ഫോറസ്റ്റ് കവർ വർദ്ധിച്ച സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം വരുന്നത് ആന്ധ്രാപ്രദേശാണ്. എത്രയാണ്? 647 ചതുരശ്ര കിലോമീറ്ററും. രണ്ടാം സ്ഥാനം തെലങ്കാനയാണ്, 632 ചതുരശ്ര കിലോമീറ്ററും. മൂന്നാം സ്ഥാനം ഒഡീഷയാണ്, 537 ചതുരശ്ര കിലോമീറ്റർ. നാലാം സ്ഥാനം കർണാടകയാണ്, 155 ചതുരശ്ര കിലോമീറ്റർ. അഞ്ചാം സ്ഥാനം ജാർഖണ്ഡ്, 110 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, 2019 അപേക്ഷിച്ച് ഫോറസ്റ്റ് കവർ വർദ്ധിച്ചു. ആ വർധനവിൽ എത്രത്തോളം ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്തു എന്നതിനനുസരിച്ച് വരുന്ന ടോപ്പ് 5 സ്റ്റേറ്റ്സ് ആണ്, 5 സംസ്ഥാനങ്ങളാണ്. മുതൽ ആദ്യത്തെ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന 5 സംസ്ഥാനങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തെ ആളാരാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ 647 ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതിയാണ് വർദ്ധിച്ചത്. തെലങ്കാനയിലുള്ള വർധനവ് 632 ചതുരശ്ര കിലോമീറ്റർ. ഒഡീഷയിലുണ്ടായ വർധനവ് 537 സ്ക്വയർ കിലോമീറ്റർ. കർണാടകയിലുണ്ടായ വർധനവ് 155 സ്ക്വയർ കിലോമീറ്റർ. ജാർഖണ്ഡിലുണ്ടായ വർധനവ് 110 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. ഇനി ഇപ്പൊ നമ്മൾ ഈ ഫോറസ്റ്റ് കവർ വനവിസ്തൃതിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഏരിയ വൈസ്, അതായത് 2019 അപേക്ഷിച്ച് ഇൻക്രീസ് ചെയ്ത കണക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ടോട്ടൽ ഏരിയ വൈസ് നമ്മൾ എടുക്കുവാണെങ്കിൽ മധ്യപ്രദേശാണ് ഏറ്റവും ലാർജസ്റ്റ് ഫോറസ്റ്റ് കവർ. നമ്മുടെ കൺട്രിയിൽ എടുക്കുവാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശാണ്, ഏരിയ വൈസ്. ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്? ആന്ധ്രാപ്രദേശ് മുന്നിൽ നിൽക്കുന്നത്. അതായത് 2019 അപേക്ഷിച്ച് വനവിസ്തൃതി കൂടിയ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം കൂടി എന്നതിന് ഒന്നാം സ്ഥാനം നിൽക്കുന്ന ആളാണ് ആന്ധ്രാപ്രദേശ്. രണ്ടാം സ്ഥാനം തെലങ്കാന, മൂന്നാം സ്ഥാനം ഒഡീഷ, നാലാം സ്ഥാനം കർണാടക, അഞ്ചാം സ്ഥാനം ജാർഖണ്ഡ്. എന്നാൽ ഏരിയ വൈസ് ടോട്ടൽ വിസ്തീർണം എടുത്തു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. പിന്നെ രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശ്, മൂന്നാം സ്ഥാനം ഛത്തീസ്ഗഡ്, നാലാം സ്ഥാനം ഒഡീഷ, അഞ്ചാം സ്ഥാനം മഹാരാഷ്ട്ര. ഇത് രണ്ടും ഓരോ സ്ഥാനങ്ങളും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഏരിയ വൈസ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ സ്ഥാനം ആരാണ്? മധ്യപ്രദേശ്. രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശ്, മൂന്നാം സ്ഥാനം ഛത്തീസ്ഗഡ്, നാലാം സ്ഥാനം ഒഡീഷ, അഞ്ചാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇനി ഇൻ ടേംസ് ഓഫ് ഫോറസ്റ്റ് കവറേജ് ആസ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗ്രാഫിക്കൽ ഏരിയ, അതായത് ശതമാനാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, ശതമാനാടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ വരുന്ന ടോപ്പ് 5 സ്റ്റേറ്റ്സ് മാറ്റമുണ്ട്. അതാരൊക്കെയാ? ഒന്നാം സ്ഥാനത്ത് മിസോറാം 84.53% ആണ്. അരുണാചൽ പ്രദേശ് 79.33%, രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം മേഘാലയ 76%. നാലാം സ്ഥാനം മണിപ്പൂർ 74.34%. അഞ്ചാം സ്ഥാനം നാഗാലാൻഡ് 73.90%. ഓക്കെ, അപ്പോൾ ഇൻക്രീസ്ഡ് ഫോറസ്റ്റ് കവർ 2019 അപേക്ഷിച്ച് ഇൻക്രീസ് ചെയ്ത സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശും, രണ്ടാം സ്ഥാനം തെലങ്കാനയും, മൂന്നാം സ്ഥാനം ഒഡീഷയും, നാലാം സ്ഥാനം കർണാടകയും, അഞ്ചാം സ്ഥാനം ജാർഖണ്ഡും. ടോട്ടൽ ഏരിയ വൈസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്ഥാനം മധ്യപ്രദേശ്, രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശ്, മൂന്നാം സ്ഥാനം ഛത്തീസ്ഗഡ്, നാലാം സ്ഥാനം ഒഡീഷ, അഞ്ചാം സ്ഥാനം മഹാരാഷ്ട്ര. ശതമാനാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മിസോറാം 84.53 ആണ്. അപ്പോൾ ഒന്നാം സ്ഥാനം മിസോറാം, രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശ്, മൂന്നാം സ്ഥാനം മേഘാലയ, നാലാം സ്ഥാനം മണിപ്പൂർ, അഞ്ചാം സ്ഥാനം നാഗാലാൻഡ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ടോട്ടൽ മാംഗ്രൂവ് കവർ ഇൻ ദ കൺട്രി ഈസ് 4992 സ്ക്വയർ കിലോമീറ്റർ. അതായത് എന്താ പറയുന്നത്? മാംഗ്രൂവ് എന്ന് പറയുമ്പോൾ കണ്ടൽ കാടുകളുടെ വിസ്തൃതിയാണ് പറയുന്നത്. കണ്ടൽ കാടുകളുടെ വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ ടോട്ടലായിട്ട് എത്രയാണ്? 4992 സ്ക്വയർ കിലോമീറ്റർ ആണ് ടോട്ടൽ കണ്ടൽ കാടുകളുടെ വിസ്തൃതി. 4992 ചതുരശ്ര കിലോമീറ്റർ ആണ് ടോട്ടൽ കണ്ടൽ കാടുകളുടെ വിസ്തൃതി നമ്മുടെ രാജ്യത്ത്. An increase of 17 square kilometer in mangrove cover has been observed as compared to the previous assessment of 2019.
2019 അപേക്ഷിച്ച് 17 ചതുരശ്ര കിലോമീറ്റർ വർധനവുണ്ടായി. എന്തില്? ഈ കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ. നിലവിൽ 4992 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2019 അപേക്ഷിച്ച് 17 ചതുരശ്ര കിലോമീറ്റർ വർധനവുണ്ടായിട്ടുണ്ട്. അങ്ങനെ വർധനവുണ്ടായ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ടോപ്പ് 3 സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്നത് ആരാണ്? ഒന്ന് ഒഡീഷ. ഒന്നാം സ്ഥാനം ആരാണ്? ഒഡീഷ. 8 ചതുരശ്ര കിലോമീറ്റർ വർധനവുണ്ടായിട്ടുണ്ട്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര 4 ചതുരശ്ര കിലോമീറ്റർ. മൂന്നാം സ്ഥാനം കർണാടക 3 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ 17 ചതുരശ്ര കിലോമീറ്റർ വർധനവ് കണ്ടൽ വനങ്ങളുടെ വിസ്തൃതിയിൽ ഉണ്ടായിട്ടുണ്ട് ടോട്ടലായിട്ട്. അതിൽ സ്റ്റേറ്റ് വൈസ് നമ്മൾ എടുക്കുമ്പോൾ ടോപ്പ് 3 സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്നത് ആദ്യത്തെ ആൾ ഒഡീഷ, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് കർണാടക. ഓക്കെ ആണല്ലോ? ഇത്രയും സെറ്റായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് പ്രമേയങ്ങളാണ്, അതായത് വനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എല്ലാവർക്കും അറിയാം, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം. ഇതൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ ഓരോ വർഷത്തെയും പ്രമേയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വർഷം പഠിക്കണം. 2023, 22, 21. പുറകിലോട്ട് 3 വർഷത്തേക്കുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, 2023 പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റിസ്റ്റോറേഷൻ. അതായത് തണ്ണീർത്തടങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സമയമായി എന്നതാണ് 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റിസ്റ്റോറേഷൻ. തണ്ണീർത്തടങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സമയമായി. ഇനി 2022 പ്രമേയം എന്താണ്? മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം. മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം. 2021 പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ. തണ്ണീർത്തടങ്ങളും വെള്ളവും. ഓക്കെ, അപ്പോൾ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം 3 വർഷത്തെയും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് 2023 പ്രമേയം ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. തണ്ണീർത്തടങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സമയമായി. 2022 പ്രമേയം മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം. 2021 തണ്ണീർത്തടങ്ങളും വെള്ളവും, വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ എന്നുള്ളതാണ് പ്രമേയം. ഓക്കെ, അപ്പോൾ ലോക തണ്ണീർത്തടത്തിന്റെ പ്രമേയങ്ങൾ കിട്ടി. ഇനി അടുത്തത് ലോക വന്യജീവി ദിനം. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3 എല്ലാത്തിൻ്റെയും ഡേറ്റ് പഠിക്കണം കേട്ടോ. മാർച്ച് 3 പ്രമേയം നോക്കാം. 2023 പ്രമേയം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം എന്നുള്ളതാണ് 2023 പ്രമേയം. 2022 എന്താണ്? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ. 2021 ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ്സ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് 2021 പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക വന്യജീവി ദിനവുമായി ബന്ധപ്പെട്ട 3 പ്രമേയങ്ങളും പഠിച്ചിരിക്കണം. മാർച്ച് 3 ലോക വന്യജീവി ദിനം വരുന്നത്. 2023 പ്രമേയം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. 2022 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ. 2021 ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്തത് അന്താരാഷ്ട്ര വനദിനം എപ്പോഴാണ്? മാർച്ച് 21. PSC സ്ഥിരമായി ചോദിക്കുന്നതാണ്. അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21. ഇനി വനദിനത്തിന്റെ പ്രമേയം എന്തൊക്കെയാണ്? 2023 വനവും ആരോഗ്യവും, ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ് 2023 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം. വനവും ആരോഗ്യവും, ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. ഇനി 2022 എന്താണ്? വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും. വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും. 2021 ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽബീയിങ്. ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽബീയിങ്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21 പ്രമേയം എന്ന് പറയുന്നത് 2023 വനവും ആരോഗ്യവും. 2022 വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും.
2021 ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽബീയിങ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ലോക ഭൗമദിനം. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22-നാണ്. ലോക ഭൗമദിനം ഏപ്രിൽ 22-നാണ്. അപ്പൊ 2022 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം ഒന്ന്, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. 2022 നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. ഗൃഹമല്ല കേട്ടോ, ഗ്രഹമാണ്. എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്, ടൈപ്പ് ചെയ്തപ്പോൾ. ഗ്രഹമാണ്, ഗ്രഹം. ഓക്കെ, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. 2021 പ്രമേയം റീസ്റ്റോർ ആൻഡ് ഹെൽത്ത് ആണ്. റീസ്റ്റോർ ആൻഡ് ഹെൽത്ത് ആണ്. ഓക്കെ, 2021 പ്രമേയം എന്ന് പറയുന്നത് റീസ്റ്റോർ ഔട്ട് എർത്ത് ആണ്. റീസ്റ്റോർ ഔട്ട് എർത്ത് കേട്ടോ. ലോക ഭൗമദിനം ഏപ്രിൽ 22-ആണ്. 2022 പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. 2021 പ്രമേയം റീസ്റ്റോർ ഔട്ട് എർത്ത് ആണ് കേട്ടോ. റീസ്റ്റോർ ഔട്ട് എർത്ത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-ആണ്. ജൂൺ 5. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം 2022 പ്രമേയം ഒരു ഭൂമി മാത്രം. ഒരു ഭൂമി മാത്രം എന്നുള്ളതാണ് 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. 2021 പ്രമേയം എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ആണ് 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. 2022 ലോക പരിസ്ഥിതി ദിന പ്രമേയം ഒരു ഭൂമി മാത്രം. 2021 എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. അടുത്തത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. PSC സ്ഥിരമായി ചോദിക്കുന്നതാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് 2022 എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കുവാൻ ഒരു ഭാവി കെട്ടിപ്പടുക്കുക. എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കുവാൻ ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് 2022 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. 2021 വി ആർ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ. വി ആർ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. 2022 പ്രമേയം എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കുവാൻ ഒരു ഭാവി കെട്ടിപ്പടുക്കുക. 2021 വി ആർ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളും അതിലെ പ്രമേയങ്ങളുമാണ്, ഓരോ വർഷത്തെ പ്രമേയങ്ങളുമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദ്യം വരാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച 2019 കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇതിലോട്ട് വരിക കേട്ടോ. ഇതും പഠിക്കണം, അതും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്